പ്രോസിക്യൂഷൻ അനുമതി ലഭിച്ചതോടെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെ വിചാരണ ചെയ്യാനുള്ള നടപടികൾ വേഗത്തിലാക്കി SFIO. പ്രതിപട്ടികയിലുള്ളവർക്ക് ഉടൻ സമൻസ് അയക്കും. കുറ്റപത്രത്തിനായി പ്രതികൾക്ക് കോടതിയെ സമീപിക്കാം. വിവരങ്ങളുമായി KB ശ്യാമപ്രസാദ് ചേരുകയാണ്. ശ്യാം, 10 വർഷം വരെ തടവ് കിട്ടാവുന്നൊരു ശിക്ഷയാണ്. അതുകൊണ്ട് തന്നെ വീണ വിജയൻ കൂടുതൽ സമ്മർദ്ദത്തിലാകുന്നു. ഈ ഒരു വിഷയം പ്രതിപക്ഷം ഏറ്റെടുത്തു കഴിഞ്ഞു, ഒപ്പം തന്നെ BJPയും ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് സമ്മർദ്ദം കൂടുകയല്ലേ? ശ്രീജ, മാസപ്പടി കേസിൽ പ്രധാനമായും ഇത്തരത്തിൽ SFIO നടത്തിയ കുറ്റപത്രത്തിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ഒരു വിചാരണ നടപടികൾക്കായി വീണ വിജയൻ ഇനി കോടതിയിൽ ഹാജരാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആകാംക്ഷയുള്ളത്. പ്രധാനമായും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഈ വിചാരണ നടപടികൾക്കായി സമൻസ് പ്രതിപട്ടികയിലുള്ളവർക്ക് സമൻസ് അയക്കാനുള്ള നടപടികൾക്ക് വേഗം കൂട്ടിയിരിക്കുകയാണ്. പ്രധാനമായും വളരെ ഒരു നിർണായകമായ നീക്കമാണ് SFIO നടത്തുന്നത്. അതും വളരെ കരുതലോടുകൂടി തന്നെയാണ് SFIO നീങ്ങുന്നത്. പ്രധാനമായും രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു കേസ് കൂടിയായതിനാൽ തന്നെ വളരെ ഈ ഒരു കൈകാര്യം സൂക്ഷ്മമായി തന്നെയാണ് SFIO കൈകാര്യം ചെയ്യുന്നത്. നേരത്തെ ഈ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് നടത്തിയ അന്വേഷണത്തിൽ വീണയും ഒപ്പം തന്നെ എക്സാലോജി കമ്പനിയും CMRലും അടക്കം നൽകിയ വെട്ടിപ്പ് 1.72 കോടി രൂപയ്ക്ക് മുകളിലാണെന്നുള്ള ഈ ഒരു വെട്ടിപ്പായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് പിന്നാലെ ഈ SFIO ഈ അന്വേഷണം ഏറ്റെടുക്കുകയായിരുന്നു. SFIO നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ 2 കോടിക്ക് മുകളിൽ ഈ ഒരു വെട്ടിപ്പ് നടത്തുന്നതായി കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ചെയ്യാത്ത സേവനത്തിന് വീണ പണം വാങ്ങിയെന്നുള്ള ഗുരുതരമായ കണ്ടെത്തലുകൾ അടക്കം നൽകിയുള്ള ഈ കുറ്റപത്രം ഉണ്ട്. അതിനാൽ തന്നെ ഈ പ്രതികൾക്ക് 6 മാസം മുതൽ 10 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. ഒപ്പം തന്നെ ഈ ഒരു വാങ്ങിയ തുകയുടെ 3 ഇരട്ടി വരെ പിഴയൊടുക്കേണ്ട ഒരു സാഹചര്യം കൂടി വരികയും ചെയ്യും. എന്തായാലും വീണയെ കൂടാതെ CMRL MD കൂടിയായ ശശിധരൻ കർത്ത, ഈ ഒരു കമ്പനിയുടെ CGM കൂടിയായ സുരേഷ് കുമാർ അടക്കമുള്ളവർക്ക് ഉടൻ തന്നെ SFIO നോട്ടീസ് അയക്കുകയും ചെയ്യും. വിചാരണയ്ക്കായി ഹാജരാകാൻ തന്നെ നോട്ടീസ് അയക്കുകയും ചെയ്യും. ഇതിനിടെ പ്രതികൾക്ക് വേണമെങ്കിൽ ഈ കുറ്റപത്രം റദ്ദാക്കാൻ കോടതിയെ സമീപിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാകാം. എന്തായാലും വിചാരണ നടപടികൾ കൊച്ചിയിലായിരിക്കും. SFIക്ക് ഒരു പ്രത്യേക കോടതിയെ സമീപിക്കാം. പ്രധാനമായും മറ്റ് നോട്ടീസ് നൽകിയ ശേഷം ഒരു കോടതിയെ സമീപിക്കാം. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിലേക്കായിരിക്കും ഈ നടപടിക്രമങ്ങൾ പോകുക എന്നാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്ന വിവരം. എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കേസിൽ പ്രോസിക്യൂഷൻ നടപടി വിചാരണ നേടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനിലേക്ക് പോകുന്നതിനൊപ്പം തന്നെ ഈ CMRലെ ഉദ്യോഗസ്ഥരിലേക്കും പോകും. ഇത് CMRലിനെ സംബന്ധിച്ചിടത്തോളം ഒരു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കൂടിയായിരിക്കും തള്ളിവിടുക. പ്രധാനമായും കുറ്റം തെളിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു 3 ഇരട്ടി തുക പിഴ കൊടുക്കേണ്ടി വരുന്ന ഉദ്യോഗസ്ഥർ അത് CMRലിനെ കടുത്ത സാമ്പത്തിക ബാധ്യതയിലേക്ക് കൂടി തള്ളിവിടുമെന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ SFIയുടെ അന്വേഷണം തീരുന്നില്ല. മറ്റ് കൂടുതൽ സ്ഥാപനങ്ങളിലേക്കും രാഷ്ട്രീയ പ്രതിനിധികളിലേക്കും എല്ലാം തന്നെ അന്വേഷണം നീട്ടിയിട്ടുണ്ട് SFIO. പ്രധാനമായും ഇനിയുള്ളത് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും ഒപ്പം തന്നെ ശശിധരൻ കർത്ത ഉൾപ്പെടെയുള്ള ഈ പ്രതിപട്ടികയിലുള്ളവർക്കെതിരെ. ഞാൻ ഇടപെടുകയാണ്. ഇനി CPMന് എന്താണ് പറയാനുള്ളത് എന്ന് കൂടി അറിയേണ്ടതുണ്ടല്ലോ. സ്വാഭാവികമായും പാർട്ടി നേതാക്കളൊക്കെ പാർട്ടി കോൺഗ്രസിലാണ്. പ്രശാന്ത് മധുരയിൽ നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, ഈ പറഞ്ഞതുപോലെ SFIO നടപടികളൊക്കെ വേഗത്തിലാക്കുന്നു. പക്ഷേ അപ്പോഴും നേതാക്കൾ, അതായത് MV ഗോവിന്ദന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസം വന്നത് ഈ ഒരു വിഷയം അത് രാഷ്ട്രീയപരമായിട്ട് ഞങ്ങൾ നേരിടും. ഈ ഇത്തരത്തിൽ തിടുക്കം കാണിച്ചതൊക്കെ തന്നെ ഈ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് കൊണ്ടാണ്, ഇതൊക്കെ ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നാണ് പാർട്ടി പറയുന്നത്, അല്ലേ? ശ്രീജ, നേരത്തെ തന്നെ CPM ഈ വിഷയത്തിലെടുക്കുന്ന നിലപാട് മുഖ്യമന്ത്രിയെ, അതായത് വീണ വിജയനുടെ മുഖ്യമന്ത്രിയാണ് ലക്ഷ്യമിടുന്നത്. ഒപ്പം തന്നെ CPMനെ തകർക്കാനുള്ള നീക്കം, അതിനു മുന്നിൽ ഗൂഢാലോചന ഉണ്ട് തുടങ്ങിയ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞത്. ഇപ്പോഴും അതേ നിലപാടിൽ CPM ഉറച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, പാർട്ടി കോൺഗ്രസ് നടക്കുന്ന സമയത്ത് ഇത്തരമൊരു നീക്കത്തിലേക്ക് എത്തിയത് രാഷ്ട്രീയ നീക്കങ്ങളുടെ ഭാഗമായാണ് എന്നുള്ള ആരോപണമാണ് പ്രധാനമായും CPM ഇപ്പോൾ ഉയർത്തുന്നത്. CPMന്റെ ഭാഗമായി സംസാരിച്ച സംസ്ഥാന സെക്രട്ടറി ആണെങ്കിലും AK ബാലനാണെങ്കിലും MA ബേബി ആണെങ്കിലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളടക്കമുള്ളവർ ഇതേ നിലപാട് തന്നെ ആവർത്തിക്കുകയാണ്. കേന്ദ്ര നേതൃത്വവും സമാനമായ നിലപാട് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഇത് കുറ്റപത്രത്തിലേക്ക് വരുമ്പോൾ CMRലാണ് ഇത്തരത്തിൽ, അതായത് ചെയ്യാത്ത സേവനത്തിന് വീണയുടെ കമ്പനിയായ എക്സാലോജിക്ക് പണം വാങ്ങി എന്നുള്ളതാണ് ആരോപണമുള്ളത്. പക്ഷേ CMRലില്ലാത്ത പരാതി എങ്ങനെയാണ് അത്തരമൊരു കേസുമായി കോടതിയിലേക്ക് പോകുക എന്ന ആരോപണം അല്ലെങ്കിൽ മറുചോദ്യമാണ് CPMന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ CMRനെ സംബന്ധിച്ച്, അതായത് സ്വാഭാവികമായി അവർ ഉയർത്തുന്ന മറ്റൊരു വാദമുണ്ട്. നമ്മളൊരു കമ്പനിയെ ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി സമീപിക്കുന്നു, ആ കമ്പനിയുടെ ജോലി ഇന്നതാണെന്ന് പറഞ്ഞ് ധാരണ എത്തുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരാറിൽ ഏർപ്പെടുന്നു. പക്ഷേ ആ ജോലി നമുക്ക് വേണ്ടെങ്കിലും ഒരു
കരാറിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര രൂപയ്ക്ക് ആ ജോലി ഏർപ്പെടുത്തുകയാണെങ്കിൽ സ്വാഭാവികമായും ആ പണം നൽകേണ്ടി വരും എന്നുള്ളതാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. അത് തന്നെയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള ഈ കരാറിൽ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല. ചെയ്യാത്ത ജോലിക്ക് എക്സാലോജിക്ക് പണം വാങ്ങി, CMRൽ നിന്ന് പണം വാങ്ങി എന്ന് പറയുന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്ന് തന്നെയാണ് CPM നേതാക്കൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, ഇന്നലെ സ്റ്റാലിൻ അടക്കമുള്ളവർ പങ്കെടുത്തുകൊണ്ട് ഫെഡറലിസവുമായി ബന്ധപ്പെട്ട സെമിനാറുകൾ നടക്കുന്നു. അതായത് ഇടതുപക്ഷം മറ്റ് പാർട്ടികളെ കൂടെ നിർത്തിക്കൊണ്ട് BJPക്കെതിരെ വലിയ രീതിയിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോവുകയും പ്രതിഷേധം സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ആ കൂട്ടായ്മകളെ ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്ന പ്രതിരോധമാണ് മുന്നോട്ട് വെക്കുന്നത്. 9:30 ഇന്ന് വീണ്ടും CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും എന്ന് അറിയിച്ചിട്ടുണ്ട്.